നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയ്ക്കെതിരെ മാത്രമല്ല, ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഏതു രാജ്യത്തിനെതിരെയും ഇസ്രായേൽ യുദ്ധം ചെയ്യും. അതിൻ്റെ ഉദാഹരണം കഴിഞ്ഞ ദിവസം സിറിയയ്ക്ക് കിട്ടി. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കൈമാറുന്ന സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രം ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചു. 25-ലധികം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മധ്യ സിറിയയിലെ ഹമ പ്രവിശ്യയിലെ മസ്യാഫ് മേഖലയിലാണ് ഞായറാഴ്ച രാത്രി ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടായത്. തീരനഗരമായ താർസൂറിനടുത്തും ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള എന്ന ലെബനനിലെ ഭീകര സംഘടന ഇപ്പോൾ ഇസ്രായേലുമായി തുറന്ന യുദ്ധത്തിലാണ്. ആ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കൈമാറുന്ന ഒരു കേന്ദ്രമാണ് സിറിയയുടെ ഈ മസ്യാഹ് പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്നത്. ആ ആയുധ സംഭരണശാലയെ, അതായത് ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിനൊപ്പം ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന സിറിയയിലെ കേന്ദ്രം വരെ ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. ഈ സിറിയയിലെ ഈ കേന്ദ്രത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് ഇറാനിൽ നിന്നും ടെഹ്റാനുമായി ബന്ധമുള്ള ഒരു ആയുധ സംഭരണശാലയാണ് ഇതെന്നും മൊസാദ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ആയുധ സംഭരണശാല കേന്ദ്രീകരിച്ച് ഞായറാഴ്ച രാത്രി കനത്ത വ്യോമാക്രമണം ഉണ്ടായത്. 52ഓളം പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇറാൻ പിന്തുണയുള്ള ആയുധ സംഭരണശാലയാണ് ഇസ്രായേലി സേന ആക്രമിച്ചതെന്ന ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ പ്രസ്താവന പൂർണ്ണമായും തള്ളുകയാണ് ഇറാൻ. അത്തരത്തിലൊരു ആയുധ സംഭരണശാല സിറിയയിൽ ഉണ്ടായിരുന്നില്ല, അവിടേക്ക് ഇറാൻ ആയുധങ്ങൾ നൽകുന്നില്ല എന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന് നേരെ കഴിഞ്ഞ 4-5 മാസക്കാലമായി കനത്ത റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവുമാണ് ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അധികം ഉണ്ടാകുന്നത് ലെബനനിൽ നിന്നാണ്. ലെബനന്റെ ഒരു ഭാഗത്ത് ഹിസ്ബുള്ള അവരുടെ ശക്തി കേന്ദ്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ലെബനന്റെ ഒരു ഭാഗം തന്നെ നിയന്ത്രിക്കുന്നത് ഹിസ്ബുള്ളയാണ്. അതുപോലെ തന്നെ ലെബനൻ സിറിയ അതിർത്തിയിലുള്ള സിറിയയ്ക്കുള്ളിലുള്ള ഒരു വലിയ ഭൂപ്രദേശം പോലും ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലാണ്. ഈ 2 രാജ്യങ്ങളും ഹിസ്ബുള്ളയ്ക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. അറബ് തീവ്രവാദത്തിന്, ഇസ്ലാമിക തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്ന ഇറാൻ, സിറിയ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ശക്തിയാണ് ഈ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന. ആ ഭീകര സംഘടനയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസം മാത്രം 1307 മിസൈലുകൾ, ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഹിസ്ബുള്ള തൊടുത്തു എന്നതാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക്. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെ തുറന്ന യുദ്ധം ഇസ്രായേലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ രാമാനം തകർക്കുകയാണ് ഇസ്രായേലി സേന. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസം സിറിയയിലേക്ക് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു. സിറിയയിലെ മസ്യാവ് മേഖലയിലെ ആയുധ സംഭരണശാലയിലേക്കാണ് ആക്രമണം നടത്തിയത്. ആയുധ സംഭരണശാല പൂർണ്ണമായും കത്തിയമർന്നിരിക്കുന്നു. 25 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, 52 പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ ആയുധ സംഭരണശാലയ്ക്ക് ഇറാനുമായി ബന്ധമുണ്ട്. ടെഹ്റാനിൽ നിന്നുള്ള ആയുധങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത്. അത് സിറിയയിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾ പോലും തകർത്ത് ഹിസ്ബുള്ളയുടെ ആവനാഴി ഒഴിപ്പിക്കാനുള്ള വമ്പൻ പദ്ധതി, വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലി സേന ആരംഭിച്ചിരിക്കുന്നത്. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.